എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു 3 വലിയ സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇവിടെ 6 പേരുണ്ട്, അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. സവാള നല്ല നീളത്തിൽ ചീകി അരിയണം. അതുപോലെ ആവശ്യമായിട്ട് ഇനി വേണ്ടത് കറിവേപ്പില, പച്ചമുളകും ഇഞ്ചിയുമാണ്. എരി അനുസരിച്ചൊക്കെ ചേർക്കുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇഞ്ചി കൊത്തി അരിയണം ചെറുതായിട്ട്, പച്ചമുളക് വട്ടത്തിൽ അരിയണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്യുവാണ്. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല, കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കുഴയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രത്തിൽ സവാളയുടെ പരുവത്തിന് എത്രയാണോ സവാള ഉള്ളത് അതിന് ഈക്വൽ ക്വാണ്ടിറ്റിയിലോ അല്ലെ അതിൽ കുറച്ചോ നിങ്ങൾ മാവ് എടുക്കാവൂ. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർക്കണം. ടേസ്റ്റിന് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും ഉപ്പ് നല്ലത്. അതിനുശേഷം നമുക്കിത് പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നല്ല ലൂസി കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ ഈ സമയം നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഓരോ വടയായിട്ട് ഇട്ട് നോക്കാം. ആദ്യം നിങ്ങളൊരു വട ഇട്ട് നോക്കുക. അത് കഴിച്ചു നോക്കുമ്പം നല്ല കട്ടിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം കുറവാണെന്ന്. എന്ന് വെച്ചാൽ ഇച്ചിരൂടെ നിങ്ങൾ ലൂസായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം എന്ന്. അപ്പം ഇതിപ്പോൾ പരുവമായിരുന്നു. നിങ്ങളത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നീട് ഉള്ളതിൽ ശരിയാകും. അപ്പം ഇത് കുഴയ്ക്കണമെങ്കിൽ കയ്യിൽ ആദ്യം കുറച്ച് വെള്ളം തൂത്തിട്ട് കുറച്ച് മാവെടുത്ത് കയ്യെ പരത്തി ഇതുപോലെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇടാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പം ഇതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട്, അതായത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ അപ്പുറം ഇപ്പുറം നല്ല പോലെ തിരിച്ചിട്ടിട്ട് മൊരിച്ച് നല്ല ചായക്കടയിലൊക്കെ കിട്ടത്തില്ലേ, ആ ടേസ്റ്റിൽ നമുക്ക് മൊരിച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പം നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചായക്കടയിലെ ഉള്ളിവടയും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.